contribution and cooperation of state government, we have completed the project in an effective manner. In our country, we have often seen that infrastructure projects get stalled after announcement for various reasons. A lot of public money is wasted due to cost and time overruns. We decided that this culture of wastage of public money cannot continue. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ പലതും ശരിയായി നടപ്പാക്കുന്നില്ല. ഉദാഹരണം ഞാൻ ചോദിച്ചു, ഉദാഹരണം എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ ശരിയായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ വല്ലാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അടുത്ത തവണ നമുക്ക് കാണുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ എനിക്ക് പറയാൻ കഴിയും, കേരളം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു. നമസ്കാരം. 13.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊല്ലം ബൈപ്പാസ്. അത് പക്ഷേ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിർണായകമായൊരു തുടക്കം കുറിക്കുന്ന വഴിയും വേദിയുമായി ഇന്ന്. ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി. തന്റെ സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടങ്ങളെക്കുറിച്ച് തന്നെ സംസാരിച്ച് പ്രധാനമന്ത്രി കൊല്ലത്തെയും സംസ്ഥാനത്തെ ആകെയും വോട്ടർമാരെയാണ് അവിടെ ഇന്ന് അഭിസംബോധന ചെയ്തത്. വികസന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ പോലും മുൻവിധി മാറ്റാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് പ്രസംഗിച്ച് മുഖ്യമന്ത്രിയും ലക്ഷ്യമിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ. UDFും അതിന്റെ ഭാഗമായ MP NK പ്രേമചന്ദ്രനും ഈ രാഷ്ട്രീയ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. പൂർത്തിയാകാൻ 4 പതിറ്റാണ്ടെടുത്ത ഈ റോഡ് നിർമ്മാണത്തിന്റെ ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയ പക്ഷത്തിനാണ് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുക? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണ നേതൃത്വങ്ങളുടെ കുറ്റകരമായ അലസതയുടെ തെളിവായല്ലേ യഥാർത്ഥത്തിൽ ഇതിനെ കാണേണ്ടത്? അതിന്മേൽ അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ, അതിനൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നേതാക്കൾ നമുക്ക് മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുകയാണ്? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ ചർച്ചയുടെ ഭാഗമായി പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്: കൊല്ലത്ത് BJP സ്കോർ ചെയ്തോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും കൊല്ലത്ത് BJP സ്കോർ ചെയ്തോ? നിങ്ങളുടെ ഉത്തരങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കുക. കൊല്ലത്ത് നിന്ന് CPM നേതാവ് ശ്രീ വരദരാജൻ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്തുണ്ട്. ശ്രീ CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കൊച്ചിയിൽ നിന്നും, ഫോർട്ട് കൊച്ചിയിൽ നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ഒപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ ടെലിഫോണിലൂടെയും സംസാരിക്കാനെത്താം എന്ന് ഏറ്റിട്ടുണ്ട്. അതിഥികളിലേക്കും ചർച്ചയിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ആദ്യഘട്ടത്തിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറേ ആളുണ്ട് തോന്നുമല്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്തും കാണിക്കാനുള്ളൊരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. CPM നേതാവ് ശ്രീ വരദരാജൻ, ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ്, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വരദരാജൻ, പ്രധാനമന്ത്രിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന, ഗവർണറും അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വേദിക്ക് കീഴിൽ നിന്നാണ് ഈ ബഹളം, മുദ്രാവാക്യം വിളികളൊക്കെ ഉയർന്നത്. മുഖ്യമന്ത്രിക്കൊന്ന് ശബ്ദം കടുപ്പിക്കേണ്ടി വന്നു അവിടെ. ഇതെന്തുകൊണ്ട്, എങ്ങനെയുണ്ടായി? ഈ പദ്ധതി 47 വർഷങ്ങൾക്ക് കൊണ്ടാണ് പൂർത്തിയായത്. ഈ പദ്ധതിയുടെ വൈകല്യവുമായി ബന്ധപ്പെട്ടുള്ളതോ മറ്റോ ആയിരുന്നോ ആ രോഷപ്രകടനം നാട്ടുകാരുടേത്? മാധ്യമങ്ങളവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തിനാണ് ഈ മാതിരി അനാവശ്യമായ ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരണം വിളിക്കുകയല്ലേ ചെയ്തത്? BJPയുടെ പേരിൽ കുറച്ച് ആളുകൾ അവിടെ പദ്ധതിക്കകത്ത് കയറാനുള്ള അവസരം കിട്ടി, കുറച്ച് പാസുകൾ അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റി, അവർക്ക് കൊടുത്തു. അതുകൊണ്ട് അകത്ത് കയറി മുഖ്യമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ
ശരണം വിളിക്കാനാണ് തുടങ്ങിയത്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ശാസനാരൂപത്തിലുള്ള ഇടപെടലുണ്ടാവുകയും പത്തിമടക്കുകയും ചെയ്തത്. അത് നാട്ടുകാരുടെ രോഷപ്രകടനമാണ്, 42 കൊല്ലക്കാലം താമസിച്ചതിനുണ്ടായ ജനങ്ങളുടെ രോഷപ്രകടനമാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച സംഘടിപ്പിക്കുന്നത് തന്നെ എന്തോ ഒരു അപഹാസ്യമായ കാര്യമാണ്. താങ്കൾ സംസാരിക്കുന്നതിനാണ് അഭംഗിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ വരദരാജൻ, ഈ ചർച്ചയുടെ തുടക്കം തന്നെ ഇങ്ങനെ അപഹാസ്യമായ കാര്യമാണെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഞാനൊരു പ്രസ്താവന നടത്തുകയല്ല ചെയ്തത്. അതായിരുന്നോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതായിരുന്നോ എന്ന ചോദ്യത്തിന് അതല്ല എന്ന് മറുപടി നൽകിയാൽ പ്രശ്നം കഴിഞ്ഞു. ആയിരുന്നോ എന്നുള്ള ചോദ്യം നിങ്ങൾ അന്വേഷിക്കണം. ആയിരുന്നോ എന്നുള്ള ചോദ്യം നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ആളുണ്ടായിരുന്നല്ലോ അവിടെ. അല്ല, നമ്മളൊരു ചർച്ച നടത്തുകയാണല്ലോ ശ്രീ വരദരാജൻ, നമ്മളൊരു ചർച്ച നടത്തുകയാണല്ലോ. ആ ചർച്ചയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം സംബന്ധിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച് അത് ഇതുമായൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും ഇരിക്കുന്ന ഒരു വേദിക്ക് കീഴെ പ്രകടനമുണ്ടായി. അവിടെ ശരിയാണ് താങ്കൾ പറഞ്ഞത്, ശരണം വിളി ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ല, ഒരു ബാധ്യത എനിക്കില്ല. അതെന്തൊരു വർത്തമാനമാണ് ശ്രീ വരദരാജൻ. എത്രക്ക് പ്ലെയിൻ ആയ ഒരു ചോദ്യമാണത് ശ്രീ വരദരാജൻ, എത്രക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. അത് എല്ലാ ചോദ്യത്തിലും താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും അതിനകത്തില്ല. ഇതൊരു പ്രസ്താവന, അതാ ഇത് ദോഷപ്രകടനമായിരുന്നല്ലോ എന്നൊരു കാര്യം അതിനകത്ത് ചോദിച്ചിട്ടേ ഇല്ല. ഒരു നിമിഷം ശ്രീ വരദരാജൻ, ഞാൻ പറയട്ടെ, ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ ഞാൻ അങ്ങനെ ചോദിച്ചതാണെന്ന്. ഞാൻ ആളുകളുടെ രോഷപ്രകടനമാണ് അത് എന്നൊരു പ്രസ്താവനയും ഞാൻ നടത്തിയിട്ടില്ല. അവിടെ ഒരു മുദ്രാവാക്യം വിളികളും ശരണം വിളിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, രാഷ്ട്രീയ പ്രശ്നമായിരിക്കാം, ശരണം വിളി ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ കേൾക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്ന പരിപാടി 47 കൊല്ലത്തിന് ശേഷം നടക്കുന്ന പരിപാടിയാണല്ലോ. ആ പരിപാടി അതാണ്. അവിടെ വെച്ച് തന്നെ പ്രധാനമന്ത്രി, ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വല്ലാത്ത തോതിൽ വൈകുന്നത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടാക്കുന്നുണ്ട് എന്ന് പ്രസംഗിക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ളൊരു വേദിക്ക് കീഴിൽ ജനങ്ങളുടെ രോഷമുണ്ടാകുമ്പോൾ അതിനകത്ത് ഈ കാരണം കൂടെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. താങ്കൾ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലക്ക് അത് അങ്ങനെയല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾ 47 കൊല്ലം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. 47 കൊല്ലത്തെ വൈകിയതിന്റെ പേരിലുള്ള ജനങ്ങളുടെ രോഷപ്രകടനത്തിന്റെ വേദിയൊന്നും ആയിരുന്നില്ലല്ലോ അത്. നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പൊ 47 കൊല്ലക്കാലത്തെ വൈകിയതിന്റെ ഉത്തരവാദിത്വം 47 കൊല്ലക്കാലം ജീവിച്ചിരുന്ന ആളുകൾ എല്ലാവരും പറയേണ്ട കാര്യമാണല്ലോ. ഇവിടെ ഇപ്പൊ അത്തരം സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ആ സംഭവങ്ങളൊന്നും ഇല്ലാതെ പ്രധാനമന്ത്രി പ്രസംഗിച്ചു. പ്രധാനമന്ത്രിക്ക് അങ്ങനെ പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കുണ്ടല്ലോ. ഈ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മറ്റാരായാലും അവര് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെന്നുള്ള നിലയിലും കൂടിയാണ് പ്രസംഗിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അതിനകത്തുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഒരു പുതിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അവിടെ ജനങ്ങളുടെ രോഷം പ്രകടനം ഉയർന്നു വന്നു എന്ന നിലയിൽ അവിടെ നടന്ന പരിഹാസ്യമായ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ പറയരുത് ശ്രീ വരദരാജൻ, താങ്കൾ ആ സ്ഥാനത്തിരുന്ന് അങ്ങനെ പറയരുത്. ഒരു ന്യായീകരണവുമില്ല, ഒരു ചോദ്യം മാത്രമായിരുന്നു അത്. അതൊന്നുകൂടെ കേട്ടാൽ താങ്കൾക്ക് വ്യക്തമാകും. ഒരു ചോദ്യം മാത്രമായിരുന്നു. അതെന്തുകൊണ്ടാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്? 47 വർഷത്തിന് ശേഷമാണ് കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത് എന്ന വസ്തുതയാണ്. അവിടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും അടക്കം ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേദിക്ക് കീഴെ ബഹളമുണ്ടാകുന്നു. ശരിയാണ്, ഞാൻ ശരണം വിളി കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ഇന്ന കാരണം കൊണ്ടുകൂടി ആയിരിക്കുമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ അതിന് മറുപടി നൽകിയാൽ ക്ലിയറായി, നാട്ടുകാർക്ക് കേട്ടാൽ ആളുകൾക്ക് ക്ലിയറായി. പക്ഷെ താങ്കൾ അത് ആവർത്തിച്ച് പറയുന്നത് ഞാൻ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതിന്മേൽ നിങ്ങൾ പരിഹാസ്യമായ ചർച്ച സംഘടിപ്പിക്കുന്നു എന്നാണ്. അതിന്മേലല്ല ചർച്ച. പക്ഷെ ആ ചോദ്യം അതോടൊപ്പം ഉണ്ടാകും. അല്ല, അത് ഞാനാ പറഞ്ഞല്ലോ. നിങ്ങൾ വളരെ ബോധപൂർവമായി അവിടെ നടന്ന ഒരു ശരണം വിളിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമല്ലേ. ഇവിടെ ശരണം വിളി ഒരു സമര മുദ്രാവാക്യമായത് എന്നോട്ടാ, പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യമായത് എന്നോട്ടാ. ഇതിനു മുമ്പ് ശരണം വിളിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിൽ ഭക്തജനങ്ങൾ? ഇപ്പോൾ ശരണം വിളി ഒരു മുദ്രാവാക്യമായി, സമര മുദ്രാവാക്യമാക്കി മാറ്റിയത് എപ്പോ മുതലാ? അല്ല, അതിൽ തടസ്സമില്ല, തടസ്സമില്ല ശ്രീ വരദരാജൻ. ശരണം വിളി അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോ ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോ ശരണം വിളിച്ചത് രോഷപ്രകടനം ഏതിന്റെ തരത്തിലുള്ള രോഷപ്രകടനമാണ്? ജനങ്ങളുടെ 47 കൊല്ലക്കാലം താമസിച്ചതിന്റെ രോഷപ്രകടനമാണോ? ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ചർച്ച സംഘടിപ്പിക്കുന്നതിനോടാണ് ഞാൻ വിയോജിച്ചത്. എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ്? അത് മറച്ചു വെച്ചിട്ടല്ലോ. അവിടെ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ശരണം വിളി ഉണ്ടായിട്ടുണ്ട്, മുദ്രാവാക്യം വിളികൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പക്ഷേ ഇത്തരം വലിയ, അതായത് അവരുടെ ഈ ശരണം വിളിച്ച ആളുകളുടെ നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടെ ഇരിക്കുന്ന ഒരു വേദിക്ക് നേരെയാണല്ലോ ബഹളം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി, ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്ന എന്താണ്, മുഖ്യമന്ത്രി ബഹളമുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ എന്ന് നാട്ടുകാരോട് അദ്ദേഹം ഒരല്പം ശബ്ദം വെക്കുകയില്ല. അദ്ദേഹത്തിന് ആ വേദിയെക്കുറിച്ച് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് പോലും ആ വേദിയുടെ
സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ആളുകളെ താക്കീത് ചെയ്യേണ്ടുന്ന വിധം ഒരു സംഭവം അവിടെ ഉണ്ടായി. ഈ മുദ്രാവാക്യം വിളിച്ച ശരണം വിളികൾ മുഴക്കിയ ആളുകളുടെ നേതാവ് കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെയൊരു സംഭവം കൂടെ ഉണ്ടാകുമോ എന്ന ചോദ്യം മാത്രമാണ്, പ്രസ്താവനയല്ല. താങ്കൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഞങ്ങളെന്തോ പരിഹാസ്യമായ ചർച്ച സംഘടിപ്പിക്കുകയാണ്. അത് ശരിയല്ല. അത് താങ്കൾ പറയാ തീർന്നല്ലോ. ആ ഉണ്ടാക്കിയവരുടെ ലക്ഷ്യം എന്താണ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുള്ള ആളുകൾ ജനങ്ങളുടെ രോഷപ്രകടനമാണത് എന്ന് ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? ജനങ്ങളുടെ താങ്കൾ പിന്നെയും താങ്കൾക്ക് അറിയാത്തതുപോലെ പറയുന്നു ജനങ്ങളുടെ രോഷപ്രകടനം. ഇന്ന വിഷയത്തിലുള്ള രോഷപ്രകടനം കൂടെ അതിനകത്തുണ്ടാകുമോ എന്ന ചോദ്യമാണ്. അവിടെ ആളുകൾക്ക് ഈ ടി വിയിലിരുന്ന് കാണുമ്പോൾ കാണാൻ പറ്റുകയില്ല. അവിടെ ആളുകൾ എന്ത് കാര്യത്തിലാണ് മുദ്രാവാക്യം വിളിച്ചതെന്ന്. ശരണം വിളി ഉണ്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷേ അതിന് ഇന്ന കാരണം കൂടെ ആയിട്ടുണ്ടാകുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അങ്ങനെ സ്ഥാപിക്കുകയാണെന്ന് പറഞ്ഞ് അതിനെ പരിഹാസ്യമായ തോതിലാക്കരുത്. അത് ശരിയല്ല. നമുക്ക് ഈ ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം. ശരി ശരി ചോദ്യം. ബൈപ്പാസിന്റെ ഉദ്ഘാടനം താമസിച്ചു പോയതിൽ ശരണം വിളിക്കുന്നത് എന്തിന്റെ പേരില്ല? അല്ല, അതൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ്. എനിക്ക് ആ അഭിപ്രായമില്ല. അവിടെ ശരണം വിളിക്കണമെന്ന അഭിപ്രായമേ ഇല്ല. താങ്കൾ നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യ ചോദ്യം അവിടെ അങ്ങനെ ഒരു അസ്വാഭാവികമായ കാര്യം നടന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് മുന്നോട്ട് വെക്കുന്നു. എന്തുകൊണ്ടാണ് അസ്വാഭാവികമായിട്ടുണ്ടാകുന്നത്? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കെ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്വം അവിടെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്നതാണ് മാധ്യമ പ്രവർത്തകർ. എന്താണ് അതിൽ സംശയം? ഒരു അഭിപ്രായവും ഇടപെടലും ഇല്ലാതെയല്ലേ ശ്രീ വരദരാജൻ അദ്ദേഹം സംസാരിക്കുന്ന കാര്യം പോയത്? ശ്രീ വരദരാജൻ ഈ ചർച്ച വല്ലാത്ത തോതിൽ സമയം കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഒരു അഭിപ്രായവും ഇടപെടലും ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നതിന്റെ കാര്യം എയറിലേക്ക് പോയത്, നാട്ടുകാർ കണ്ടത്. പക്ഷേ താങ്കളോടുള്ള ചോദ്യം ഇതിന് കാരണം ഇന്ന ഒരു സംഭവം കൂടെ ഉണ്ടാകുമോ എന്നതായിരുന്നു. അതിന് താങ്കൾ നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പക്ഷേ ഇത് വല്ലാതെ വൈകി എന്നതൊരു വസ്തുതയാണ്. 47 കൊല്ലത്തിന് ശേഷം പൂർത്തിയാകുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു ബൈപ്പാസ്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ആളുകൾ വലിയ തോതിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൽ 3 മുന്നണികൾ തമ്മിലും വ്യത്യാസമില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇത്രമാത്രം 10-40 കൊല്ലക്കാലമൊക്കെ നീണ്ടുപോകുന്നത് പൊതുസമൂഹത്തിനാകെ തന്നെയും വലിയ ദോഷമുണ്ടാക്കുന്നുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നേട്ടമെടുത്ത് വോട്ടാക്കി മാറ്റാൻ എല്ലാവരും മുന്നോട്ട് വരുന്നു. പക്ഷേ ഈ 47 കൊല്ലക്കാലത്തെ വൈകലിൻ്റെ ഉത്തരവാദിത്തം ആരും ഏൽക്കാൻ തയ്യാറാവുകയുമില്ല. ആർക്കാണ് ഇതിപ്പോഴെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചതിലുള്ള പ്രധാനപ്പെട്ട പങ്ക്? ആരുടേതാണ് വിജയം? സുനീഷേ, ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ അനാവശ്യമായി ചർച്ചകൾ സമയം നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമല്ലോ. ഇവിടെ നമുക്കറിയാം ഈ മേവറം മുതൽ കാവനാട് വരെയുള്ള ബൈപ്പാസിൻ്റെ 4 സ്ട്രെച്ചുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് 93-96-ലും രണ്ടാമത്തേത് 98-99-ലും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മേവറം മുതൽ അയത്തിൽ വരെയുള്ള ഭാഗങ്ങൾ ആദ്യത്തെ സ്ട്രെച്ചിലും അവിടുന്ന് രണ്ടാമത്തെ സ്ട്രെച്ചും 99-ൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ബൈപ്പാസുമായി ബന്ധപ്പെട്ട് NHAയുടെ കണ്ടീഷൻസിൽ വന്നിട്ടുള്ള ചില നിബന്ധനകളെ തുടർന്നാണ് ഇത് നീണ്ടുപോയത്. ഇപ്പോൾ കല്ലുംതാഴം മുതൽ കാവനാട് വരെയുള്ള 3-4 സ്ട്രെച്ചുകളാണ് പൂർത്തിയായിട്ടുള്ളത്. അത് പൂർത്തിയാകുന്നതിനാണ് കാലതാമസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫണ്ട് ബൈപ്പാസുകളുടെ ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് NHA സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായ റെസ്ട്രിക്ഷൻസ് ആണ് ഒരുപാട് കാര്യം. സ്വാഭാവികമായിട്ട് 70-ൽ തുടങ്ങിയതാണ്. 70-കളിൽ തുടങ്ങിയതിന് ശേഷം 1-2 സ്ട്രെച്ചുകൾ 99 ആയപ്പോഴത്തേക്കും പൂർത്തിയായിട്ടുണ്ട്. 99-ൽ ഈ 2 സ്ട്രെച്ചും പൂർത്തിയാകുമ്പോൾ അവിടുത്തെ MP-മാർ അന്ന് കേന്ദ്ര സർക്കാരിന് മാത്രമേ പങ്കുള്ളൂ. അവിടുത്തെ MP-മാർ UDF ആയിരുന്നു എന്നുള്ള കാര്യവും ഞാൻ പ്രത്യേകമായി എടുത്തു പറയുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പം മൂന്നാമത്തെ കല്ലുംതാഴം മുതൽ കാവനാട് വരെയുള്ള 3-ാമത്തെയും 4-ാമത്തെയും സ്ട്രെച്ച് ആരംഭിച്ചിരിക്കുന്നു. ആരംഭിച്ച് തുടങ്ങിയത് സംസ്ഥാന സർക്കാരും ഇതിനകത്ത് ഫണ്ട് വിനിയോഗിക്കണം എന്ന കേന്ദ്ര നിർദ്ദേശം വന്നതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന ഒരു നിർദ്ദേശം വരികയും അല്ലെങ്കിൽ NHAയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ചെയ്യാൻ കഴിയില്ല എന്നും വന്നപ്പോൾ 36/VIP/CM/2011 23/9/2011 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കേന്ദ്ര സർക്കാരിന് കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 50% ഞങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഈ ഫയൽ ആരംഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 50% കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും തുടർന്ന് അത് സംബന്ധിച്ചുകൊണ്ട് അത് എഗ്രി ചെയ്തുകൊണ്ട് ഒരു പ്രപ്പോസലായി കൊടുക്കുവാൻ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കത്ത് വരികയും അന്നത്തെ PWD മിനിസ്റ്റർ ശ്രീ ഇബ്രാഹിം കുഞ്ഞും അന്നത്തെ PWD സെക്രട്ടറി ശ്രീ TO സൂരജും ഒക്കെ ഇടപെട്ടുകൊണ്ട് 17/11/2012 അതിന് മറുപടി കൊടുക്കുകയുമാണ് ഉണ്ടായത്.
അതിനുശേഷമാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതും 13-ൽ 2 സർക്കാരുകളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇത്തരത്തിൽ 50% വീതം ഷെയർ വെച്ചുകൊണ്ട് ഈ വർക്കുമായി മുന്നോട്ട് പോകാമെന്ന് പ്രത്യേകമായി ഉത്തരവിറക്കി. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ജോയിന്റ് വെഞ്ചറിന് വേണ്ടിയുള്ള ഉത്തരവിറക്കി. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വളരെ പകൽ പോലെ വ്യക്തമാണ്. 17/1/2014 TS-ഉം AS-ഉം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെ കിട്ടുന്നത്. ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത്, ടെൻഡർ വിളിച്ചപ്പോൾ എക്സസ് എമൗണ്ട് വന്നു. ടെൻഡറിന് വിളിച്ച എമൗണ്ടിൽ എക്സസ് വന്നിരുന്നു എന്നുള്ള വസ്തുതയാണ്. 267 കോടിക്ക് പകരം ടെൻഡർ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടെൻഡർ 352 കോടി രൂപയുടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് 29/5/2014 അന്ന് വരെ 29/5/2014 ടെൻഡർ വിളിച്ച് എക്സസ് എമൗണ്ട് വന്ന് ടെൻഡർ അവിടെ വെച്ചിരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ UPAയും കേരളത്തിൽ സംസ്ഥാന സർക്കാർ UDF-ഉം ആയിരുന്നു. ഒരു തർക്കവുമില്ല. ശ്രീ വരദരാജൻ ഉൾപ്പെടെ തർക്കമുണ്ടാകില്ല. അതായത് ഈക്വൽ പ്രൊപ്പോർഷനേറ്റിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും 2 സർക്കാരും സമ്മതിക്കുകയും ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുകയും എക്സസ് ആവുകയും ചെയ്ത് അത് പെൻഡിങ്ങിൽ വെക്കുന്നത് വരെ UPAയും UDF-ഉം ആയിരുന്നു സർക്കാരായിട്ട് ഉണ്ടായിരുന്നത്. അവിടെ അതിനുശേഷം 2014 അവിടെ സർക്കാർ മാറി. ടെൻഡർ എക്സസ് എമൗണ്ടിനെ സംബന്ധിച്ച് തർക്കം വന്നു. എക്സസ് എമൗണ്ട് പരിഹരിക്കണം, അത് റീടെൻഡർ ചെയ്യുന്നതിന് പകരമായി ആ എക്സസ് എമൗണ്ട് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും MP-യും ശ്രീ NK പ്രേമചന്ദ്രനും കേന്ദ്രത്തെ സമീപിക്കുകയും ഇപ്പോഴത്തെ NDA ഗവൺമെന്റ് തന്നെ അത് അപ്രൂവ് ചെയ്ത് തരികയും അതായത് 267 കോടി രൂപയിൽ നിന്നും 352 രൂപ എക്സസ് ആയി വന്ന ആ കോടി രൂപയുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് തന്ന ആ ദിവസം തന്നെ ടെൻഡർ കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇതിന്റെ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്, വർക്കിന്റെ ഉദ്ഘാടനം 10/4/2015 ഇന്നത്തെ മന്ത്രി തന്നെ ശ്രീ നിതിൻ ഗഡ്കരി തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ സാന്നിധ്യത്തിൽ അവിടെ വർക്കിന്റെ ഉദ്ഘാടനം നടത്തി. വർക്ക് തുടങ്ങിയത് 27/5/2015 മെയ് 27 2015 വർക്ക് തുടങ്ങി. 30 മാസമായിരുന്നു വർക്കിന്റെ കാലാവധി. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, അത് കഴിഞ്ഞ് ഭരണം മാറി. ഞങ്ങൾക്ക് UDF സർക്കാരിന് ആ 9 മാസവും 5 ദിവസവുമാണ് UDF സർക്കാരിന്റെ കാലത്ത് ആ വർക്കുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ 9 മാസവും 5 ദിവസവും കൊണ്ട് ടോട്ടൽ വർക്കിന്റെ 30 മാസം കൊണ്ട് തീർക്കേണ്ട ടോട്ടൽ വർക്കിന്റെ 30% തീർത്തു എന്നത് വസ്തുതയാണ്. അത് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 മാസവും 5 ദിവസം, മൊത്തം 30 മാസമാണ്. 9 മാസവും 5 ദിവസവും കൊണ്ട് UDF സർക്കാർ ഉള്ളപ്പോൾ തന്നെ 30% വർക്കും തീർത്തിരുന്നു. അതിനുശേഷം ആ വർക്കിന്റെ 30 മാസം എന്നുള്ളത് 42 മാസമായി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് ഈ LDF സർക്കാരാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ നവംബറിൽ തന്നെ വർക്ക് തീർന്നതിന് ശേഷവും ഉദ്ഘാടനം നടത്തുന്നതിൽ അമാന്തം കാണിച്ചത് LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. അവിടെ മുതൽ പിന്നെ രാഷ്ട്രീയം ആരംഭിക്കുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് രേഖകളുടെ അടിസ്ഥാനത്തിലായി മുഴുവൻ ഡോക്യുമെന്റ്സും എന്റെ കൈവശമുണ്ട്. അതിനുശേഷമാണ് ഇവിടെ വെറും മോശപ്പെട്ട രാഷ്ട്രീയത്തിലേക്ക് LDF സർക്കാരും പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം BJPയും എത്തി നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു വന്നത് അത്തരത്തിൽ ടെൻഡർ അക്സെപ്റ്റ് ചെയ്തു, വർക്ക് തീരേണ്ടതായിരുന്നു. വർക്ക് എന്തായാലും കഴിഞ്ഞ വർഷം നവംബറിൽ തീർന്നു. ആ വർക്ക് തീർന്നതിന് ശേഷം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് സംസ്ഥാന മന്ത്രി ശ്രീ G. സുധാകരനും കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മയും ഒരു ബന്ധവുമില്ലാതെ ശ്രീ K. രാജു MLA-യും കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് മാത്രം കൊല്ലം മേയറും ഡെപ്യൂട്ടി മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ MPയെയും കൂട്ടി അവിടെ സ്ഥലം സന്ദർശിച്ച് ഉദ്ഘാടനം നടത്താൻ പറഞ്ഞപ്പോൾ, ഉദ്ഘാടനത്തിന് ഡേറ്റ് തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ G. സുധാകരൻ മുമ്പോട്ട് വെച്ച പ്രപ്പോസൽ, ഈ ബൈപ്പാസിലെങ്കിലും ലൈറ്റ് ഇട്ടിട്ടില്ല, തെരുവ് വിളക്കുകളില്ലാത്തതുകൊണ്ട് ഉദ്ഘാടനം നടത്താൻ സാധ്യമല്ല. ഒരു കാര്യം ചെയ്യും, ഒരു സബ് കമ്മിറ്റി എടുക്കൂ. കൊല്ലം കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി സബ് കമ്മിറ്റി എടുക്കാൻ. ടെൻഡർ വിളിച്ചു, ടെൻഡർ അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്ട് ചെയ്തു. വീണ്ടും ടെൻഡർ വിളിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, മേവറം മുതൽ കല്ലുംതാഴം വരെയുള്ള 96-ലും 98-ലും പിന്നെ ഉദ്ഘാടനം ചെയ്ത ആ ബൈപ്പാസിൽ നിന്നും പിന്നെ തെരുവിളക്കുകളുണ്ടോ? ഇന്ന് നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ബൈപ്പാസിൽ തെരുവിളക്കുകൾ സ്ഥാപിച്ചിട്ടാണ് ഉദ്ഘാടനം നടത്തിയത്? അല്ല. അപ്പോൾ അവിടെ മനഃപൂർവ്വമായി ഫെബ്രുവരി നീട്ടിക്കൊണ്ടുപോകണമെന്ന് സർക്കാരിന് ശാഠ്യമുണ്ടായിരുന്നു, ഒരു ഭാഗത്ത്. മറുഭാഗത്ത് തിരിച്ചു വരാം. ശ്രീ ഭരദരാജൻ, ഇവിടെ നിർമ്മാണം വൈകി എന്നത് നമ്മുടെ മുന്നിലുള്ള പ്രശ്നമാണ്, വസ്തുതയാണ്. അതോടൊപ്പം ഈ ഉദ്ഘാടനവും വല്ലാത്ത തോതിൽ വൈകിയത് രാഷ്ട്രീയമായ നേട്ടമെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ അതിന്മേലല്ലേ NDA സർക്കാരും പ്രധാനമന്ത്രിയും വന്ന് അവരുടെ രാഷ്ട്രീയത്തെ സ്ഥാപിച്ചിരിക്കുന്നു? ആത്യന്തികമായിട്ട് നാട്ടുകാർക്ക് നഷ്ടം എന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഉദ്ഘാടനം നടത്താൻ വല്ലാത്ത തോതിൽ വൈകിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഈ 40 വർഷക്കാലത്തെ വൈകലൊക്കെ അതിന് കാരണങ്ങൾ ഉണ്ടാകാം. നമ്മളൊരു 40 വർഷക്കാലത്തെ പൂർണ്ണമായി എടുത്തു വെച്ച് ഒറ്റ സ്ട്രെച്ചിൽ കാണുന്നത് ശരിയായിരിക്കുകയില്ല. പക്ഷേ പ്രധാനമന്ത്രി ആ വേദിയിൽ വെച്ച് അക്കാര്യം പതിറ്റാണ്ടുകൾ കൊണ്ട് വല്ലാതെ നീളുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞു വെച്ചതുകൊണ്ട് ആ തരത്തിലുള്ള ഈ പദ്ധതിയെ എങ്ങനെയാണ് കാണേണ്ടത്? അതേസമയം പൂർത്തീകരിച്ചതിന് ശേഷവും ഉദ്ഘാടനത്തിൻ്റെ പേരിൽ വല്ലാത്ത തോതിൽ വൈകിയത് ഈ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ, തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് നേട്ടങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നോ? അങ്ങനെയാണെങ്കിൽ തന്നെയും അതിൽ കുറ്റം പറയാൻ
എന്തെങ്കിലുമുണ്ടോ? ഒന്ന്, ഈ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് നാട്ടുകാരുടെ പണം കൊണ്ടാണ്. ഈ രാഷ്ട്രീയ നേതാക്കളുടെയോ MP-യുടെയോ MLA-യുടെയോ മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ല. 1970 ആരംഭിച്ച് ഇപ്പോൾ 2019 ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാനാണ് മുമ്പിൽ, ഞാനാണ് പിന്നിൽ എന്ന് തർക്കിക്കുന്നതിൽ തന്നെ നാണക്കേടുണ്ട് എന്നാണ്. 47 വർഷത്തിൽ ഒരു 7 വർഷം കൊണ്ട് തീർക്കാവുന്ന ഒരു സാധനം, ഏറ്റവും കൂടിയത് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും അടക്കം 40 വർഷം വൈകിച്ചതിൽ പ്രധാനമന്ത്രി എന്ന വ്യക്തിക്കല്ല ഉത്തരവാദിത്വം. ഇത് മാറി മാറി ഇവിടെ ഭരിച്ചതും കേന്ദ്രം ഭരിച്ചതും, ഇതിനിടയിൽ 5 വർഷം വാജ്പേയി ഭരിച്ചു, ഇവരൊക്കെ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ കണക്കൊക്കെ ഞാൻ വളരെ സശ്രദ്ധം കേട്ടു. ഒന്നാം ഘട്ടം 98, 99 2 ഘട്ടം തീർന്നു, ബാക്കി 2 ഘട്ടമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 28 വർഷം കഴിയുമ്പോൾ ഒന്നാം ഘട്ടം തീർന്നു. ഇന്ത്യയിൽ ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ പാർട്ടിയും ഈ രണ്ടാം ഘട്ടം എന്നുവെച്ചാൽ പകുതി തീർന്നു. ആ പകുതി ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും, കേന്ദ്രവും കേരളവും ഭരിച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് വൈകിയതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇത് വൈകുക വഴി നാട്ടിലെ പണം കൂടുതൽ ചെലവായതിൽ ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം, ഒരു ദിവസം നിർമ്മാണ പ്രവർത്തനം വൈകിയാൽ എസ്റ്റിമേറ്റ് കൂടും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിർമ്മാണ പ്രവർത്തനം. ഈ വൈകിയതിലുണ്ട്. ആദ്യം ഇവരൊക്കെ ഞങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം 40 വർഷം പ്രധാനമന്ത്രി ആര് പറഞ്ഞോട്ടെ, കൊല്ലം നഗരത്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, അത് കൊല്ലത്തുകാരനല്ലെങ്കിലും എനിക്കറിയാവുന്ന ഒരു കാര്യം, മണിക്കൂറുകളോളം അവിടെ കിടന്ന് അതിൻ്റെ സമയനഷ്ടം, പെട്രോൾ നഷ്ടം, മനുഷ്യൻ്റെ ജീവൻ്റെ നഷ്ടം, പരിസ്ഥിതിക നഷ്ടം, ഇതൊക്കെ അനുഭവിച്ച കോടാനുകോടി ജനങ്ങളുടെ, മനുഷ്യരുടെ, അവരുടെ ഒരു ദുരിതം, അത് എന്തുകൊണ്ട് വന്നു എന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നത് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയമായിരിക്കും. ആര് ചോദിച്ചാലും നമുക്കതിന് ടെക്നിക്കലായ കാരണങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഭരണ സംവിധാനം ഇത്രത്തോളം ദുർബലവും ജനവിരുദ്ധവുമാണ് എന്ന് കാണിക്കുന്ന ഒന്നാണ്. എന്നിട്ടും നമ്മൾ തർക്കിക്കുന്നത് അതിൻ്റെ നേട്ടത്തെക്കുറിച്ചാണ്, കോട്ടത്തെക്കുറിച്ചല്ല. ഞാനത് പറയുന്നില്ല. രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വൈകിക്കുന്നത്, അതാണ് കാര്യം. ഇപ്പോൾ നവംബറിൽ വന്നാൽ തുറന്നു കൊടുത്താൽ മതി. നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ജനങ്ങൾ ബൈപ്പാസ് പാലം തുറന്ന് സഞ്ചരിച്ചത്, മന്ത്രിമാരെ ഒന്നും കാക്കാതെ. എന്തിനാണ് മന്ത്രിമാരെ കാക്കുന്നത്? ആരിപ്പോൾ ഇവിടെ തന്നെ പ്രധാനമന്ത്രി വേണോ മുഖ്യമന്ത്രി വേണോ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനമന്ത്രി പോയാലും വേണ്ടില്ലേ, മുഖ്യമന്ത്രി പോയാലും വേണ്ടില്ലേ, നമുക്ക് ആ വഴി തുറന്നു കിട്ടിയാൽ മതി. അപ്പം ജനങ്ങളുടെ ഭാഗത്ത് നിന്നല്ല ഇവരാരും ചിന്തിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ 70 തുടങ്ങിയ പദ്ധതി 80 പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അത് കഴിയാതിരുന്നതിന് കുറ്റസമ്മതമാണ് പറയേണ്ടത്. ഞാൻ ജ്യോതികുമാർ ചാമക്കാലയോ അല്ലെങ്കിൽ വരദരാജനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പ്രധാനമന്ത്രിയോ ഒന്നും മോശക്കാരായിട്ട് പറയുന്നതല്ല. പക്ഷേ ഈ അവകാശവാദങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ പുച്ഛമാണ് തോന്നുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മാസങ്ങൾ വൈകിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ്. റോഡ് തയ്യാറായിട്ടും അത് തുറക്കാൻ, ഇപ്പോൾ എനിക്ക് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് തമാശ തോന്നി. ദേശീയപാതയിൽ എത്ര സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്? അതാണ് അത്തരം കാര്യങ്ങൾ. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വരദരാജനുമായിട്ടുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ വരദരാജൻ, ഇവിടെ ഉദ്ഘാടനം വൈകിച്ചു എന്നതാണ് സർക്കാരിനെതിരായിട്ടുള്ള വലിയ ആക്ഷേപങ്ങളിലൊന്ന്. ഉദ്ഘാടനം നടന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്പം വൈകിച്ച് നിങ്ങൾ വെച്ചു, മറ്റുള്ളവരെ ഒഴിവാക്കി കളയാമെന്ന ഏതോ തരത്തിലുള്ള ആലോചനകൾ നടത്തി. എന്താണ് UDFന്റെ ആക്ഷേപം? പക്ഷേ എന്താണ് സംഭവിച്ചത്? പ്രധാനമന്ത്രി നേരിട്ട് തന്നെ എത്തി, BJP അതിന്റെ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ഉദ്ഘാടനം ഇത്രയും കാലം വൈകിയ ഈ സാധനത്തിന്റെ ഉദ്ഘാടനം കൂടെ ഇങ്ങനെ വൈകിക്കേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നു. അത് ശരിയായ നടപടിയാണോ? അല്ല, 42 വർഷക്കാലം താമസിച്ചു എന്ന് എല്ലാവരും സമ്മതിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഈ ഉദ്ഘാടനം വൈകി 1 മാസം വൈകിയതിനെ കുറിച്ച് വലിയ വാചാലമായി ചർച്ച ചെയ്യുന്നതിന് എന്താ അർത്ഥം? അത് വലിയ കാര്യമൊന്നുമില്ല. ഫെബ്രുവരി മാസം 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യുമെന്ന് PWD മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. ആ പ്രഖ്യാപനത്തിന് അപ്പുറത്തായി ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഫെബ്രുവരി 2-ാം തീയതി ഉദ്ഘാടനം ചെയ്തത് കൊണ്ട് ഏതെങ്കിലും കുഴപ്പമുണ്ടാകും എന്ന് ഞാൻ ധരിക്കുന്നുമില്ല. അതുകൊണ്ട് ഇത് നീണ്ടുപോയി, അത് ലൈറ്റിടാത്തത് കൊണ്ടാണ് എന്നുള്ളതല്ല. വർക്ക് തീർന്നത് അടുത്ത ദിവസങ്ങളിലാണ്. തീരാത്ത വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ടോ? ഞാൻ ഇതിപ്പോ ശ്രീമാൻ നീലകണ്ഠൻ പറഞ്ഞതിനോടൊക്കെ പൂർണ്ണമായി യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ സംവിധാനം തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു വികസന പ്രവർത്തനങ്ങളും
സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ 47 മുതൽ ഇന്ന് വരെ തുടരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് നീണ്ടുപോയതും ഇതിന് നീണ്ടുപോകുന്നതിന്റെ ഫലമായി കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിനോടൊക്കെ പൂർണ്ണ യോജിപ്പാണ്. അത് ഇവിടുത്തെ 13 കിലോമീറ്റർ ദേശീയപാതയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 13 കിലോമീറ്റർ റോഡിന്റെ 9 കിലോമീറ്ററിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള വർക്കാണ് നടന്നത്. ആ വർക്കിൽ UDF പങ്കില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ UDF പങ്കുണ്ട്. ഈ വർക്ക് പൂർത്തിയാക്കിയത്, അതിവേഗത്തിൽ പൂർത്തിയാക്കിയത് 1000 ദിവസങ്ങൾ അധികാരത്തിലിരുന്ന LDF ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ആ അവകാശം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് ഇതിനകത്ത് എന്തോ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു. ഇവിടെ ഈ 13 കിലോമീറ്റർ ദേശീയപാതയാണ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തതോടുകൂടി BJP രക്ഷപ്പെട്ടു. കോൺഗ്രസിനെ ഇതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി നിന്നതുകൊണ്ട് കോൺഗ്രസിന് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. ഇത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കുന്ന അനാവശ്യമായ വിവാദങ്ങളാണ്. ദേശീയപാത ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഇനി ആരെന്ത് അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ജനങ്ങളുടെ സ്വത്താണ്, അവരതിലൂടെ യാത്ര ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. കൂടുതൽ ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. ശരി, അത് കൃത്യമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം പറഞ്ഞിടത്തോളം അത് കൃത്യമാണ്. അവിടെ പക്ഷേ ഈ സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങളിലുള്ള ശുഷ്കാന്തിയെക്കുറിച്ച്, ഈ സർക്കാർ ഉണ്ടാക്കിയ നേട്ടത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചെറിയ സമയം മാത്രമെടുത്ത പ്രസംഗത്തിലാണെങ്കിലും പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. അതായത് ഈ സർക്കാർ ചുമതല ഏറ്റെടുത്ത കാലത്ത് പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ നാട് ഈ കാര്യങ്ങളിലൊന്നും ശരിയായ രീതിയിലല്ല പോകുന്നത് കേരളം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്താണ് ഉദാഹരണമെന്ന് ചോദിച്ചു. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യം പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈനിൽ ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, അങ്ങനെ എതിർത്തുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിന് പോലും അനുകൂലാവസ്ഥയുണ്ടാകുന്ന, അഭിനന്ദിക്കേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഈ വേദിയിലിരുന്ന് പറഞ്ഞത്. അതിനെ ഖണ്ഡിക്കാൻ ഏതായാലും നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെത് ഒരുപക്ഷെ എഴുതി തയ്യാറാക്കി നേരത്തെ കൊണ്ടുവന്ന പ്രസംഗമായിരിക്കാം. പക്ഷേ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതായത് കേരളത്തിൽ ഈ കാര്യങ്ങൾ നല്ല നിലക്കല്ല നടക്കുന്നത് എന്ന അദ്ദേഹത്തിനുണ്ടെന്ന് പറയുന്ന ആക്ഷേപം ആ വേദിയിൽ എന്തായാലും ഉണ്ടായി വന്നിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന 10-40 കൊല്ലക്കാലത്തിൻ്റെ കണക്ക് പോലും പൊതുവിൽ രാജ്യത്തെ സ്ഥിതി ആകെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ സർക്കാർ UDF സർക്കാരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ കേരളത്തിനെതിരെ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പോലും നല്ല വാക്ക് പറയുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ പോലും മാറ്റി എന്ന പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ മറ്റൊരു തെളിവായിട്ട് കൂടെ ശ്രീ വരദരാജൻ പറഞ്ഞ കാര്യത്തെ കാണണം. 70% പണി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയായി. ഒരുപക്ഷെ ഉദ്ഘാടനം വരപ്പോൾ അങ്ങോട്ടും കൊണ്ടും വൈകിട്ടുണ്ടാവും. കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് അവർ അഭിനന്ദിക്കേണ്ടതല്ലേ? അല്ല, 30% അപ്പോഴും വരദരാജനും മുഖ്യമന്ത്രി ഉൾപ്പെടെ സമ്മതിക്കുന്നുണ്ടല്ലോ 30% 9 മാസം കൊണ്ട് തീർത്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി 70%-ന് 30% എന്ന് പറയുമ്പോൾ അത് കായൽ പൈലിംഗ് ഉൾപ്പെടെ നടത്തി ഏറ്റവും നീണ്ട 3 ബ്രിഡ്ജുകളുടെ പണിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, അവിടെയാണ് ഏറ്റവും ദുർഘടമായ പണി നടക്കേണ്ടത്. അത് ഉൾപ്പെടെ തീർത്ത് 30% വർക്ക് പൂർത്തീകരിച്ചിട്ടാണ് LDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. ബാക്കി 70% വർക്ക് പൂർത്തീകരിക്കാൻ അവർക്കുണ്ടായിരുന്നത് 21 മാസവും ഉണ്ടായിരുന്നു. ആ 21 മാസം കൊണ്ട് അവർക്ക് തീർക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പിന്നീട് 12 മാസം കൂടി ആ ടെൻഡർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കാണാതെ പോകരുത്, അതൊക്കെ നമ്മൾ മറന്നും പോകരുത്. സമയം അധികം കൊടുത്തിട്ടും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോഴും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ MP ഉൾപ്പെടെ കേന്ദ്രമന്ത്രിയെ ബന്ധപ്പെടുകയും കേന്ദ്രത്തെ ബന്ധപ്പെടുകയും ചെയ്ത് ഒരു കാരണവശാലും നീട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുകയും വീണ്ടും അവരുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വരികയും ശ്രീ G. സുധാകരൻ ഉൾപ്പെടെ അവിടെ പോവുകയും ചെയ്തതിനു ശേഷമാണ് ടെൻഡർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള, വീണ്ടും സെക്കൻഡ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ നിർത്തിയത്, അവരുടെ പ്രയത്നം നിർത്തിയത് ഒരു ഭാഗത്ത്. 2, നവംബർ മാസത്തിൽ തീർന്നെങ്കിൽ അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, ഞങ്ങൾ ഫെബ്രുവരി മാസം 2-ം തീയതി ഉദ്ഘാടനം നടത്താനിരിക്കുകയായിരുന്നു. ഫെബ്രുവരി 2-ം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തും എന്ന് ശ്രീ G. സുധാകരൻ പറയുന്നതിന് 4 ദിവസം മുമ്പ് സ്ഥലം MP-യുടേതായ സ്റ്റേറ്റ്മെന്റ് വന്നു, നിതിൻ ഗഡ്കരി ജനുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന്. ഒരു MP-യെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൺസേൺഡ് മന്ത്രി എന്ന നിലയിൽ ശ്രീ നിതിൻ ഗഡ്കരിക്കാണ് അദ്ദേഹം കത്ത് കൊടുക്കേണ്ടത്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രി മോർത്ത് എന്ന് നമ്മൾ പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിക്ക് കത്ത് കൊടുക്കുകയും അദ്ദേഹം ജനുവരിയിൽ തന്നെ വന്ന് ഉദ്ഘാടനം നടത്താമെന്ന് സമ്മതിക്കുകയും ചെയ്ത് ആ സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ വന്ന് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് G. സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഫെബ്രുവരി മാസം 2-ം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെബ്രുവരി 2-ം തീയതിയുടെ ഡേറ്റ് ഈ മന്ത്രി G. സുധാകരൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം എവിടെ നോക്കിയാണ് തീരുമാനിച്ചത്? അപ്പോൾ മനഃപൂർവ്വമായി അവിടെ ആദ്യം പറഞ്ഞു ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടതിന് ശേഷം ഉദ്ഘാടനം നടത്തൂ,
ഫെബ്രുവരി 2 നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടോ? ഇന്ന് ഉദ്ഘാടനം നടത്തിയപ്പോൾ നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? ഒന്നുകിൽ മനഃപൂർവ്വമായി ഇലക്ഷന് മുമ്പ് ഈ ഉദ്ഘാടനം തടസ്സപ്പെടുത്തുവാൻ മന്ത്രി ശ്രമിച്ചു, കാരണം MP അതിന്റെ ക്രെഡിറ്റ് കിട്ടരുത്, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചു, അത് നടക്കാതെ വന്നു. ഇനി അതിനകത്ത് ശ്രീ നിതിൻ ഗഡ്കരി വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറയട്ടെ അതിനുശേഷം ജനുവരി 1 തീയതി തന്നെ റെസിഡന്റ് കമ്മീഷണർക്ക് ഡൽഹിയിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അതുവഴി കേരളത്തിന്റെ ഹൈവേ ചീഫ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തിരുന്നു. അതായത് ഈ പറയുന്ന ഇന്ന് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെന്ന്. 7 തീയതി തന്നെ നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞു, ഞങ്ങൾ കത്ത് അയച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിക്ക്, പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വരുന്നുവെന്ന്. 8 തീയതി അതുമായി ബന്ധപ്പെട്ട് 7 തീയതി തന്നെ സ്ഥലം MP ശ്രീ NK പ്രേമചന്ദ്രൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വരാമെന്ന്. പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വരാമെന്ന് സംബന്ധിച്ചാൽ സ്ഥലം MP വരണ്ട എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ അത് പറഞ്ഞ ഉടനെ അദ്ദേഹത്തിനെ സംഖ്യയാക്കുകയാണ്. ഇതെന്ത് രാഷ്ട്രീയമാണ്? നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് NK പ്രേമചന്ദ്രനെ കുറിച്ച് കരുതിയിരിക്കുന്നത്? അദ്ദേഹം മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ചതിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൽ നിന്ന് വളരെ അപ്രീസിയേഷൻ അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ സംഖ്യയാക്കി കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ തരം താഴ്ന്ന രാഷ്ട്രീയം, നിങ്ങളുടെ വെറും നെറികെട്ട രാഷ്ട്രീയമാണ് അവിടെ കണ്ടത്. നിങ്ങൾ അദ്ദേഹത്തെ NK പ്രേമചന്ദ്രനെ പോലെ ഒരാളിനെ സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം സംഖ്യയാക്കാൻ നടന്നു. രാഷ്ട്രീയമായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ച് കളയാൻ നിങ്ങൾ ശ്രമിച്ചോ? ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം താങ്കളെ ശ്രീ വരദരാജൻ. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ആ ചോദ്യങ്ങൾ മാത്രമല്ല, മറ്റു വിഷയങ്ങൾ കൂടെ ഉണ്ട് ശ്രീ വരദരാജൻ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. അല്ലല്ല, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ട. എന്റെ മറുപടി പറയണമെന്ന് നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല. ഇടവേളയിലേക്ക് ശ്രീ വരദരാജൻ, ഇവിടെ താങ്കൾ ജ്യോതികുമാർ ചാമക്കാലയുടെ ആരോപണത്തിനൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇത് UDF കൂടെ അവകാശമുള്ള സംഗതി തന്നെയാണെന്ന് പറഞ്ഞ് നല്ല വിശാല മനസ്കത കാട്ടുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അവിടുത്തെ MP-യെ അരുക്കാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന ആക്ഷേപം അദ്ദേഹത്തിന് നല്ല തോതിലുണ്ട്. MP ആണ് പോയിട്ട് പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ടുവന്നത് എന്ന ആക്ഷേപം അദ്ദേഹത്തിന് മേൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്ഷം തെളിയിക്കുന്നതാണെന്ന ആക്ഷേപം കൂടെ നിങ്ങൾ ചാർത്തി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടി പറയാതെ പോവുക എന്നത് ശരിയായ കാര്യമായിരിക്കുമോ? MK പ്രേമചന്ദ്രന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ ചാനൽ ചർച്ചയിൽ ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ ഗവൺമെന്റുമായിട്ട് ആലോചിക്കാതെ 4 ദിവസം മുമ്പ് സുധാകരൻ ഡേറ്റ് പറയുന്നതിന് മുമ്പ് 4 ദിവസം മുമ്പ് പ്രേമചന്ദ്രന്റേതായ പ്രസ്താവന വന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ സംസ്ഥാന ഗവൺമെന്റിനോട് നിങ്ങൾ ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്നും ഡേറ്റ് നിശ്ചയിക്കണമെന്നും അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു MP എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെന്റിനെ സമീപിക്കുന്നതിന് പകരം നേരിട്ട് ഗഡ്കരിക്ക് കത്ത് കൊടുത്തുവെന്നും ഗഡ്കരി എനിക്ക് ഉറപ്പ് നൽകിയെന്നും പറഞ്ഞ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധീനതയിൽ സംസ്ഥാന ഗവൺമെന്റ് 50% പണം മുടക്കി നിർമ്മിച്ച ഒരു റോഡിന്മേൽ ഒരു പാർലമെന്റ് മെമ്പർ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിയുടെ നിന്ന് ഡേറ്റ് വാങ്ങിച്ചു എന്ന പത്രപ്രസ്താവന പുറപ്പെടുവിച്ചതിനേക്കാൾ മോശപ്പെട്ട ഒരു കാര്യമുണ്ടോ? അങ്ങനെ ചെയ്യാൻ ഏത് പാർലമെന്റ് മെമ്പർക്കാണ് അവകാശം? ഏത് തരത്തിൽ എന്തിന്റെ പേരിലാണ് അദ്ദേഹം ചെയ്തത്? അത് കഴിഞ്ഞതിന് ശേഷം ഗഡ്കരി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം ഗഡ്കരിയുടെ കയ്യിൽ നിന്നും ഇത് BJP പ്രധാനമന്ത്രിയിലേക്ക് മാറ്റി BJP ഇതിന്റെ ഇപ്പൊ ഈ ഉദ്ഘാടനം നടത്തുന്നതും ഇതിന്റെ ആഘോഷങ്ങളെല്ലാം അവർ നടത്തുകയും ചെയ്തു. പൂർണ്ണമായും കോൺഗ്രസിനെ ഒഴിവാക്കി നിർത്തി. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തത്തിൽ നിന്നും പ്രേമചന്ദ്രന് പിന്മാറാൻ സാധ്യമേ അല്ല. പ്രേമചന്ദ്രൻ ഇക്കാര്യത്തിൽ കളിച്ച കളി അവസാനം BJP-യുടെ ഞങ്ങൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളുണ്ട്. പ്രേമചന്ദ്രൻ ഇതിനു വേണ്ടി എന്തെല്ലാമാണ് ശ്രമിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾക്കറിയാം. അതൊന്നും ഒരു ചാനൽ ചർച്ചയിലൂടെ ഇപ്പൊ വ്യക്തമാക്കേണ്ട കാര്യങ്ങളല്ല. അത് ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ LDF അക്കാര്യം പരിശോധിച്ച് ചർച്ച ചെയ്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഞങ്ങൾ അദ്ദേഹത്തെ സംഖ്യയാക്കാനോ സംഖ്യ അല്ലാതാക്കാനോ ഒന്നുമല്ല. ഇക്കാര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട പരിഗണനയും അംഗീകാരവും ജനങ്ങൾക്ക് ഇതൊരു ആഘോഷമായി നടത്തേണ്ട അവസരവും ഫലത്തിൽ ഇല്ലാതാക്കി. അതില്ലാതാക്കിയതിന്റെ പിന്നിൽ ഗഡ്കരിക്ക് കത്ത് കൊടുത്തു, ഗഡ്കരി ഡേറ്റ് തന്നു, അത് ഞാൻ പത്രത്തിൽ കൊടുത്തു എന്ന് പറയുന്ന അവകാശവാദം മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ചുരുളഴിയാൻ പോവുകയാണ്. അതങ്ങനെ അടിഞ്ഞു വരട്ടെ, അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ അക്കാര്യത്തെ കുറിച്ച് ഇപ്പോൾ ആധികാരികമായി ആ കാര്യത്തിനെ കുറിച്ച് ആധികാരികത ആവശ്യമില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ
ഈ താങ്കളടക്കമുള്ള ആളുകൾക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ കളി എൻ കെ പ്രേമചന്ദ്രന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം തന്നെയാണ് അവിടുത്തെ CPM-കാർ അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ വഴി അങ്ങോട്ട് പോയി പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ടുവരിക എന്ന കീഴ്വഴക്കങ്ങളെല്ലാം കടന്നിട്ട് ഒരു MP ചെന്നിട്ട് രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്തുള്ള പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ടുവരികയാണ്. പ്രധാനമന്ത്രിയാണെങ്കിൽ അതിനൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് അതിനെ വിന്യസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലുള്ള ആ ഭാഗത്തുള്ള ആളുകളുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങൾ അവിടെ നടക്കുകയുമാണ്. എന്താണ് അവിടെ ശബരിമലയിൽ ഭക്തിയുടെ ഭാഗമായിട്ട് വിളിക്കേണ്ടുന്ന ഈ പറയുന്ന ശരണം വിളികളൊക്കെയാണ് അവിടെ മുഴങ്ങിയത്. അപ്പോൾ അവിടെ ശരിയല്ലാത്തൊരു വേദി ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ എൻ കെ പ്രേമചന്ദ്രനാണ് എന്ന് അവർ ആക്ഷേപിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുമോ? അതിന്റെ കീഴ്വഴക്കങ്ങൾ ബൈപ്പാസ് ചെയ്ത് അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചില്ലേ? അത് ശരിയായ കാര്യമാണോ? അല്ല, അതിനകത്ത് സനീഷ് പറഞ്ഞതിനകത്ത് ഒരു ഫാക്ച്വൽ എറർ കറക്റ്റ് ചെയ്തോട്ടെ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കളാണ് BJP എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മിത്രമാണോ പിന്നെ മുഖ്യമന്ത്രി? അദ്ദേഹമല്ലേ പറഞ്ഞേ എന്താ, ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അവരുടെ എന്താ രാഷ്ട്രീയ മര്യാദയെക്കുറിച്ചൊക്കെ വരദരാജൻ പറയുന്നു. ഈ എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി നേതാവ് എന്താ പറഞ്ഞത്? പരനാറി പ്രയോഗം. അത് നിങ്ങൾക്ക് മൈക്ക് വെച്ചിട്ട് പറയാം, ഞങ്ങൾ ചാനലിലൂടെ പറയാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അതൊക്കെ അങ്ങ് നിർത്ത്. ഇനി ഞാൻ പറയട്ടെ, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്. ഇവിടെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ, ഈ MP ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാർ, അല്ല ഞാൻ പറയട്ടെ ഒന്ന് നിർത്ത്. നിങ്ങൾക്ക് സമയം കിട്ടിയല്ലോ, ഒന്ന് ഒതുങ്ങ്. അല്ലല്ല, അങ്ങനെ പറയൂ മിസ്റ്റർ വരദരാജൻ, അങ്ങനെ പറയൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ. അങ്ങനൊന്നും പഠിപ്പിക്കണ്ട, അത് നിർത്ത്. അങ്ങനെ പറയൂ. വഴക്കിന്റെ മൂടിലേക്ക് പോകേണ്ടത്. ഞാൻ എന്ത് പറയണം ഞാനാ തീരുമാനിക്കുന്നതല്ല, വരദരാജനല്ല. വരദരാജനെ മര്യാദയ്ക്ക് പറയൂ. അല്ലാതെ വഴക്കിന്റെ കാര്യത്തിലേക്ക് പോകല്ലേ? രണ്ടുപേരും ബഹുമാനിക്കപ്പെടുന്ന ആളുകളാണ്. രണ്ടുപേരും അങ്ങനെ വല്ലാത്ത വഴിവിളക്കില്ലാതെ ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഞാനൊന്ന് പറയട്ടെ സാറേ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. നിങ്ങൾക്ക് സമയം കിട്ടുമല്ലോ, നിങ്ങൾക്ക് എത്ര അസ്വസ്ഥനാവുന്ന രാവിലെ മുതൽ നിങ്ങൾ വന്നപ്പോൾ പോലെ അസ്വസ്ഥനാവുന്ന എന്തിനാ? നിങ്ങൾ ആരെ പേടിപ്പിക്കുന്നേ? ഒന്ന് നിർത്തിയേ. ശ്രീ വരദരാജൻ, ഒരു നിമിഷം. ശ്രീ വരദരാജൻ, ഞാൻ താങ്കളിലേക്ക് വരാം. കുറച്ചേരായിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വരദരാജൻ, ഒന്ന് അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. വഴക്കിടല്ലേ, ശബ്ദമാണ് വരുന്നത്, അല്ലാതെ ആളുകളുടെ വാക്കുകളിലൊന്നും കുഴപ്പമൊന്നുമില്ല. ശബ്ദം വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ശ്രീ വരദരാജൻ, ഒരു നിമിഷം, ഞാൻ താങ്കളിലേക്ക് വന്നോളാം. താങ്കളിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയൂ, അത് പൂർത്തിയാക്കും. സനീഷ് ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ ചർച്ചയിൽ വരദരാജൻ എന്തെങ്കിലും സംസാരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇടപെടുന്നതിന്റെ ഉത്തരവാദിത്വം താങ്കൾ കൂടിയാണ്. ഇനി ഞാൻ പറയാം. ഇവിടെ വഴിവിളക്കിട്ടതിന് ശേഷം മാത്രമേ ഉദ്ഘാടനം നടത്താൻ കഴിയുന്നു. G. സുധാകരനെ ഇപ്പോൾ ഓരോ നിർബന്ധം പിടിക്കുമ്പോൾ അത് അട്ടിമറിക്കുക തന്നെയായിരുന്നു ലക്ഷ്യം. അത് കണ്ടിട്ട് നേരെ MP പോയതല്ല. ഷിബു ബേബി ജോൺ ആദ്യമായി പത്രസമ്മേളനം നടത്തി ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. UDF-ന്റെ ജില്ലാ ചെയർമാൻ, കോൺഗ്രസ് നേതാവ് KC രാജൻ ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായി ഒരു MP ചെയ്യാൻ കഴിയുന്നത് ആ പദ്ധതി കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തെ സമീപിക്കുകയാണ്. അദ്ദേഹം സമീപിച്ചു, ശരിയാണ്, ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് കൊടുത്തതിന് ശേഷം ജനുവരി ചെയ്യാമെന്ന് പറയുമ്പോൾ ഫെബ്രുവരി 2 നിങ്ങൾ ആരോട്, ഞാൻ അതിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം രണ്ടുപേർക്ക് തുല്യ പങ്കാളിത്തമാണ്. പക്ഷേ ആ പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്, അത് നിങ്ങൾ മറക്കരുത്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും പറയണ്ട. രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനും ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുത്തല്ലോ. ഏതെങ്കിലും മറ്റേതോ സംസ്ഥാനത്തിൽ നിന്ന് വന്നിട്ട് MP-മാരായി വന്നവരെ വിളിച്ചിരുത്തിയല്ലേ നിങ്ങൾ ഉദ്ഘാടനം നടത്തിയത്? ആ വേദി ബഹിഷ്കരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നേ, ഞങ്ങളും തയ്യാറായിരുന്നേ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ പോകാൻ തയ്യാറായി? മറ്റേതോ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന MP-മാർ, ശ്രീ V. മുരളീധരൻ എവിടുത്തെ MP-യാണ്? അദ്ദേഹത്തെ പോലെയുള്ളവരെ ഇരുത്തിക്കൊണ്ട് നിങ്ങളുടെ പല നേതാക്കന്മാരും പുറത്തിരുന്നല്ലോ. നിങ്ങൾ ഈ ഘോരഘോരം പറയുന്നത് കോൺഗ്രസ്സുകാരില്ലായിരുന്നു. നിങ്ങളുടെ നേതാക്കന്മാരെ പുറത്തിരുത്തിയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരെ ഇരുത്തിക്കൊണ്ട് ഉദ്ഘാടനം നടത്തുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി പോയില്ലേ? ആ മുഖ്യമന്ത്രിക്ക് ദാർഷ്ട്യം ഈ പറഞ്ഞ എന്തെങ്കിലും ഉളിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണമായിരുന്നു, ഞങ്ങൾ സഹകരിച്ചേനെ. അത് തയ്യാറായില്ലോ. അതിനു മുമ്പ് ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇത് രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വർഷം, തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ഉണ്ടായിരിക്കെ ഇത്തരത്തിലൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷെ അവിടെ ഈ പറയുന്ന രണ്ട് മുന്നണികളെക്കാൾ കുഴപ്പം ഈ മൂന്നാമത്തെ മുന്നണിക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായോ എന്നൊരു ചോദ്യം കൂടെ വരികയില്ലേ? സ്വാഭാവികമായിട്ടും വെറും 13.5 കിലോമീറ്റർ മാത്രമുള്ള ഈ സംസ്ഥാനത്തെ അനവധിയായുള്ള ബൈപ്പാസുകളിൽ ഒന്ന്, അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്.
അവിടെ രാജ്യാന്തരമായിട്ടുള്ള റൂട്ടുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയും വലിയ പ്രൊജക്ടുകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്ന പ്രധാനമന്ത്രി വന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക. ഇവർ പറഞ്ഞിരിക്കുന്ന പേരുകളിൽ പോലും നിതിൻ ഗഡ്കരിയുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രധാനമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുക, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അതിന് തെരഞ്ഞെടുപ്പ് കാലമാണ്, കേരളം വളരെ പ്രധാനപ്പെട്ടതാണ്, ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കി, ഞങ്ങളാണ് നടപ്പാക്കിയെന്ന് പറയാൻ എല്ലാവരും താല്പര്യമെടുക്കും. അപ്പോഴും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ നിന്ന് ഇരുന്ന് ഈ തരത്തിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്നൊരു സാധാരണ പൗരൻ ചിന്തിച്ചാൽ അത് കുറ്റകരമായി പോകുമോ? ഒരു സംശയമില്ല. പ്രധാനമന്ത്രിയും, ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുടെ പാർട്ടി ഏത് പാർട്ടിയാവട്ടെ, ഞാനിതിനെ കാണുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഇത്രയും വൈകിയതിനൊരു ക്ഷമ പറയാനാണ് പ്രധാനമന്ത്രി വന്നെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇത്രയും വൈകിയതിന് അദ്ദേഹം ഇപ്പോൾ 4.5 കൊല്ലം ഭരിച്ചു കേരളം, അല്ല ഇന്ത്യ, അതിൽ കേരളവും പെടുന്നുണ്ട്, അതിൽ 2 മന്ത്രിസഭ ഉണ്ടാവാം. അത് പറയാതെ ഈ ചീപ്പായ, ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ തന്നെ വൺ അപ്പ് മാൻഷിപ്പ് എന്ന് പറയുന്ന തരത്തിൽ നിങ്ങൾ സംഘപരിവാറിൻ്റെ ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക, ഇതിന് തെളിവുകൾ ഹാജരാക്കുക, ഇത്തരം തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക്. ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചു. ഈ ആലപ്പുഴ ഒരു ബൈപ്പാസ് ഉണ്ട്, ഇതിനേക്കാൾ ഒരു അല്പം കൂടി വലുതാണ്. അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല. അത് 35 കൊല്ലം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതാരും മിണ്ടുന്നില്ല. എൻ്റെ ആലപ്പുഴ ബൈപ്പാസിനെ കുറിച്ച് ആർക്കും ചിന്തയില്ലാത്തത്? ആലപ്പുഴയെ കൂടിയും കൊല്ലത്തു കൂടിയും പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ വല്ലാതെ വറീഡാണ്. ആലപ്പുഴ ബൈപ്പാസും കൂടി ഇതിൻ്റെ കൂടെ തീർന്നിരുന്നെങ്കിൽ എന്ന ഒരു ചർച്ചയിലാണ് വന്നിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ബഹുമാനിക്കുമായിരുന്നു. ജനങ്ങൾക്ക് അതിലാണ് താല്പര്യം. ആലപ്പുഴ ബൈപ്പാസ് എന്നാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബൈപ്പാസ് കൊണ്ട് ആരുടെ വോട്ട് ബൈപ്പാസ് ചെയ്യും എന്ന തർക്കത്തിലേക്ക് പോകുമ്പോൾ, അല്ല അവസാന ഘട്ടത്തിലാണെങ്കിലും അത് ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം താല്പര്യം നിങ്ങളുടെ ഈ തർക്കത്തിനേക്കാൾ ഈ ആലപ്പുഴ ബൈപ്പാസ് എന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം വന്നതിന് വിലയുണ്ടായേനെ. ഞാൻ പറയുന്നത് ഇത്ര 13.5 കിലോമീറ്റർ എന്ന് പറയുന്ന ഈ സംഗതിക്ക് ഇദ്ദേഹം വന്ന് ഇത്രയും വലിയ ആഘോഷം നടത്തി, ശരണം വിളി നടത്തി, തെറിവിളി നടത്തി, എന്തൊക്കെയോ നടത്തിയെന്ന് ഞാൻ മുഴുവൻ കേട്ടില്ല. എന്തായാലും ബഹളം നടത്തി. ഇപ്പം നമ്മൾ അതിനേക്കാൾ വലിയ ബഹളം ഈ ചാനലിൽ നമ്മളിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എനിക്ക് വല്ലാതെ സഹതാപം തോന്നുന്നു രാഷ്ട്രീയത്തോട്. ഇങ്ങനെയുള്ള ഈ ചർച്ചയോട് സഹതാപം തോന്നുന്നു. ജനങ്ങളുടെ ഏത് വിഷയമാണ് ഇവരിവിടെ ചർച്ച ചെയ്തത്? ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട ഏത് വിഷയമാണ് ഇവിടെ വന്നത്? പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയായിരുന്നു. അതൊക്കെ വളരെ സ്വാഭാവികമായ കാര്യമല്ലേ? ഒരു തെരഞ്ഞെടുപ്പ്, അതും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനമന്ത്രി തന്നെയും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്ക് താണ് ഇതുപോലുള്ള പരിപാടികളിൽ വരുന്നതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? വോട്ട് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. സംശയമില്ല സനീഷ്, ഞാൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി തന്നെ ഈ 13.5 കിലോമീറ്ററിൽ വന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെ വരേണ്ട ഒരു കാര്യം ഇവിടെയുണ്ടോ? പക്ഷെ അപ്പോൾ ഒരു അവസരമാക്കി. ഇപ്പൊ നേരത്തെ പറഞ്ഞു പ്രേമേന്ദ്രൻ വൺ അപ്പ് മാൻഷിപ്പ്, ജി സുധാകരൻ വൺ അപ്പ് മാൻഷിപ്പ്, ഇപ്പൊ പ്രധാനമന്ത്രി വൺ അപ്പ് മാൻഷിപ്പ്. ഞാനാണ് ഇതിന്റെ അവകാശി. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും ചെയ്യാമോ? തെരഞ്ഞെടുപ്പ് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെയാണ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോണത്? ഈ വഴിയെ പോകുന്ന സാധാരണ മനുഷ്യനല്ലേ വോട്ട് ചെയ്യണ്ടേ? ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരല്ലല്ലോ, അവരല്ലേ വോട്ട് ചോദിക്കണ്ടേ? അതിന് ഞാൻ മുമ്പിൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അതിനോണ്ടാണ് ഞാൻ സഹതാപം എന്ന് പറഞ്ഞത്. പ്രധാനമന്ത്രി അദ്ദേഹം ഏറ്റവും ഉയർന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഏറ്റവും അധികം സഹതാപം അർഹിക്കുന്നു അദ്ദേഹത്തിന്. മുഖ്യമന്ത്രി ആയാലും മറ്റാരായാലും ഞാൻ പറഞ്ഞു, ഈ തർക്കമേ ഇതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. ഈ തർക്കം ഒഴിവാക്കിക്കൊണ്ടായിരുന്നുവെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഒരു ബലമുണ്ട്. ഇതിപ്പോൾ ഈ തർക്കം മാത്രമാണ് ചർച്ചയെങ്കിൽ ഈ ചർച്ചയുടെ അവസാന റിസൾട്ട് എന്താ സനീഷ്? നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിട്ട് ചർച്ചയുടെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഇത് കേൾക്കുന്ന ഒരാൾക്ക് കിട്ടുമോ? കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഇതിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, ഇതിൽ വികസനത്തിന്റെയോ എന്ത് ചെയ്യാനാണ് നമുക്കറിയാമല്ലോ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകൾ അടക്കം വന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. അതേക്കുറിച്ചല്ലാതെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ലല്ലോ. അവർ രാഷ്ട്രീയം കളിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നല്ലാതെ ഉദാത്തമായിട്ടുള്ള ചർച്ചകൾ നടത്തുക നമുക്ക് സാധ്യമാകുന്ന ഒരു സാഹചര്യം കൂടെ ഇല്ലാത്തതുണ്ട്. താങ്കൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ വരദരാജൻ, ഇവിടെ പ്രധാനമന്ത്രി വരാൻ പാടില്ല, ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് വരണമോ എന്നൊന്നും പറയാൻ എന്തായാലും സർക്കാരിന് സാധിക്കുകയുമില്ല, അത് ചെയ്യുകയും വേണ്ട. പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാലം മുന്നോട്ട് വെക്കുന്ന ഇതൊരു രാഷ്ട്രീയ പ്രചാരണ പരിപാടിയായിട്ട് ടോട്ടലായിട്ടങ്ങ് മാറുമ്പോൾ അതിനകത്ത് വേണ്ട MLA-മാരെ അവിടെ ഇരുത്തുകയുമില്ല, മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ വന്നിരിക്കുന്നുമുണ്ട് എന്ന നിലക്കൊക്കെ വരുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് നിങ്ങൾ ഈ ചെയ്യുന്ന ജനാധിപത്യപരമായിട്ട് ശരിയായ രീതിയല്ല എന്ന് കൂടെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. എന്താണ് അതിന് മറുപടി?
അല്ലേ? അത് ഓരോരുത്തർക്ക് ചോദിക്കാം. അങ്ങനെ മുഖ്യമന്ത്രി ആ വേദിയിൽ ഒരു അനാവശ്യമായ പരാമർശങ്ങൾ നടത്തി പിന്നെ അതിന്മേലാവുമല്ലോ ഇന്നലെ ഇവിടെ 3-4 ദിവസത്തേക്കുള്ള ചർച്ച. മുഖ്യമന്ത്രി, ഞങ്ങളൊക്കെ പ്രധാനമന്ത്രി വന്ന് 13 കിലോമീറ്റർ റോഡ് ഉദ്ഘാടനം ചെയ്തതിനൊന്നും ഞങ്ങൾ എതിർത്തിട്ടേ ഇല്ല. പ്രധാനമന്ത്രിക്ക് ഇതിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ശ്രീമാൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്നാണ് ഈ കേരള ഗവൺമെന്റിനെ അറിയിച്ചത്. താല്പര്യമുണ്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. താല്പര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വരട്ടെ എന്ന മറുപടി തന്നെയാണ് കൊടുത്തത്. പ്രധാനമന്ത്രി തീരുമാനിച്ച ദിവസത്തിൽ അതിവേഗത്തിൽ കാര്യങ്ങൾ നടത്തി. പ്രധാനമന്ത്രി വരുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോടൊപ്പം വരിക എന്ന കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ വികസന പ്രവർത്തനങ്ങളിൽ യോജിച്ചു പോകണമെന്ന നിലപാടുള്ള വളരെയേറെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റ് എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയോടൊപ്പം വന്ന് ആ പരിപാടി മാന്യമായ തരത്തിൽ കാര്യങ്ങൾ നടത്തി പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതല്ലാതെ കോൺഗ്രസിന്റെ ആരെങ്കിലും സ്റ്റേജിൽ കയറ്റിയില്ല, അല്ലെങ്കിൽ CPM-ന്റെ ആരെങ്കിലും സ്റ്റേജിൽ കയറ്റിയില്ല, MLA-മാർ കയറിയില്ല, V. മുരളീധരൻ വന്നു എന്നുള്ളതിന്റെ പേരിൽ അതൊക്കെ അത് കൈകാര്യം ചെയ്തവരുടെ രാഷ്ട്രീയമാണ് അതിൽ വ്യക്തമാകുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയുള്ള നേരത്തെ പേരിലുണ്ടായിരുന്ന MLA-മാരെ ഒഴിവാക്കുക, കോൺഗ്രസിന്റെ ഒരു MP-യെയും MLA-യുടെയും പേര് അതിൽ ഉൾപ്പെടുത്താതിരിക്കുക. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണല്ലോ ആരൊക്കെ സ്റ്റേജിൽ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ഓരോ പ്രാവശ്യം മാറ്റം വരുത്തിക്കൊണ്ടിരുന്നിട്ട് അവസാനം രാത്രി 11:45 മണിക്ക് തന്നെയാണ് അവസാനത്തെ തീരുമാനം വരുന്നത്. അതെല്ലാം ചെയ്ത ആളുകളുടെ ലക്ഷ്യം എന്തായിരുന്നു? അങ്ങനെ ഒരു ലക്ഷ്യം BJP-ക്ക് ചെയ്തു കൊടുക്കാൻ, ഇങ്ങനെ BJP-ക്ക് ഹൈജാക്ക് ചെയ്ത് നടത്താൻ, അവരുടെ ഒരു നാടകമാക്കി ഇത് മാറ്റാൻ അവസരം എങ്ങനെ ഉണ്ടായി എന്ന കാര്യമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ ആരാണ് ഉത്തരവാദി, ആർക്കാണ് അതിൽ നേട്ടമുണ്ടായത്, കോട്ടമുണ്ടായത് എന്നെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. UDF-ന് എന്തായിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഈ ഘട്ടത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കാൻ, അദ്ദേഹത്തിന് ഒരു അംഗീകാരത്തിന്റെ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാനെന്ന എന്തെങ്കിലും കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല. കോൺഗ്രസ് അതിനകത്ത് പങ്കാളികളല്ല എന്ന് ഇന്നലെയും ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസിന് UDF-ന് അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഒരു അവകാശവാദവും ഇല്ലാത്ത BJP-ക്ക് ഇതിനകത്ത് ഒരു അവകാശവാദം ഉണ്ടാക്കാൻ എങ്ങനെയാണ് ശ്രമിച്ചത്, ആരാണ് ശ്രമിച്ചത് എന്നുള്ളത് ഭാവി ദിവസങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും ശ്രീമാൻ നീലകണ്ഠൻ പറഞ്ഞ വികാരത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ആലപ്പുഴയിൽ 35 കൊല്ലമായി 80% ജോലി പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരു ബൈപ്പാസിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പൊതു മണ്ഡലങ്ങളിലാകെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അനാസ്ഥകളെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗൗരവപരമായ ചർച്ച നടത്തേണ്ട അതാണ് ഞാൻ തിരിച്ചു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അത് ഗൗരവതരമായ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതാണ്. ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും താങ്കൾക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടാവുക. ഈ നിലക്കല്ല കാര്യങ്ങൾ പോകേണ്ടത് എന്ന അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. പ്രധാനമന്ത്രി തന്നെയും അത് പറയുകയും ചെയ്തു. പക്ഷേ നോക്കൂ, ഇവിടെ നമ്മുടെ വിഷയം ഇത്രക്ക് പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയും കുറെ കൂടെ വേഗത്തിൽ കാര്യങ്ങൾ പോകാനുള്ള ഊർജ്ജം നൽകുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തെ രാഷ്ട്രീയമായിട്ട് അതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ആളുകൾക്ക് അവസരമുണ്ടാക്കാൻ കൊടുത്തു എന്ന ആക്ഷേപം അവിടെ നിൽക്കും. നമ്മൾ രാഷ്ട്രീയമായിട്ട് ഈ പ്രധാനമന്ത്രി തന്നെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗം എന്ന പോലെ ഇങ്ങോട്ടേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അതിനുശേഷമുള്ള പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് UDF-നും LDF-ഉം ഒരുപോലെയാണ് ശബരിമല വിഷയത്തിലടക്കം എന്ന രാഷ്ട്രീയ പ്രസംഗം അദ്ദേഹം പുറത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി വേദിയിൽ. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായിരുന്നു എന്ന വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിന് UDF-നെയും കോൺഗ്രസിനെയും CPM കുറ്റം പറയുന്നില്ല. ഗൗരവതരമായ വികസന ചർച്ചകൾക്ക് കാരണമാകേണ്ടിയിരുന്ന ഒരു അവസ്ഥയെ മറ്റൊരു രാഷ്ട്രീയത്തിന് കടന്നു കയറാനുള്ള ഇടമുണ്ടാക്കി കൊടുത്ത നിങ്ങളുടെ MP ശരിയല്ല എന്ന അഭിപ്രായം അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അത് ആ ആക്ഷേപത്തെ UDF ആ നിലക്കൊന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതല്ലേ? സനീഷേ, ഇതിനകത്ത് കോൺഗ്രസിനെയും MP-യെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ LDF ശ്രമിക്കേണ്ട. നിങ്ങളുടെ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും LDF-ൽ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അവിടെ പരീക്ഷിച്ചോളൂ, നടത്തിക്കോളൂ. നിങ്ങൾ അവിടെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് MP പ്രധാനമന്ത്രി വന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളാരും വിളിച്ചിട്ടല്ല വന്നേ. ഗഡ്കരി വരാമെന്ന് സമ്മതിച്ചിരുന്നത് ശരിയാണ്. അതിൻ്റെ വർക്ക് ആരംഭിച്ചപ്പോഴും ഗഡ്കരി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും വരാമെന്ന് പറഞ്ഞു. പിന്നീട് പ്രധാനമന്ത്രി വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചു. വന്നു, ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടാണല്ലോ വന്നത് ഒരു ഭാഗം. മറുഭാഗത്ത് നിങ്ങൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നിങ്ങളത്തെ 3 പ്രാവശ്യം ഉദ്ഘാടനം മാറ്റിവെച്ചു. നിങ്ങൾ ആരെയാണ്
കൊണ്ടുവന്നത്? പ്രധാനമന്ത്രി കൊണ്ടുവന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലായിരുന്നോ? ഇനി ബൈപ്പാസിനെ സംബന്ധിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനുശേഷം തുടങ്ങിയ എത്രയോ വർക്കുകൾ വളരെ പെട്ടെന്ന് പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണല്ലോ, വെഞ്ഞാറമൂടിനടുത്ത് തൈക്കോടിൽ നിന്നും പിന്നെ ഹൈവേയിലേക്ക് വരുന്ന റോഡ്, നിങ്ങളുടെ ഓഫീസിന് മുന്നിലൂടെയുള്ള റോഡ്, ആക്കുളത്ത് കൂടിയുള്ള റോഡ്, ബൈപ്പാസ് 4 വഴിയാവുന്നു. ആ പണികളൊക്കെ തീരുന്ന മുറയ്ക്ക് സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കാറുണ്ട്. ഇവിടെ എന്തിനാണ് LDF സർക്കാർ ക്രെയിൻ വെച്ച് ഇത്രയും ദിവസം 13 കിലോമീറ്റർ അടച്ചു വെച്ചിരുന്നത്? തീരുന്ന സ്ട്രെച്ചുകൾ തുറന്നു കൊടുക്കാറില്ലേ? അപ്പോൾ അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി, ഒരു ഉദ്ഘാടനത്തിലൂടെ മുതലെടുക്കാൻ വേണ്ടിയല്ലേ ശ്രമിച്ചിരുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ഈ കൊല്ലം ബൈപ്പാസിനെ സംബന്ധിച്ച് അത് UDF-ന്റെയും UPA-യുടെയും NK പ്രേമേന്ദ്രന്റെയും ഒക്കെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ നിങ്ങൾ താലോലിച്ചോളൂ. അത് BJP ആയാലും LDF ആയാലും താലോലിച്ചോളൂ. അത് ഞങ്ങളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക സ്വാഭാവികമാണ്. അത് ഞങ്ങളുടെ കൊച്ചാണ്. നിങ്ങൾക്ക് വളർത്തണമോ? നിങ്ങൾ വളർത്തിക്കോളൂ. നിങ്ങൾ താലോലിക്കണോ? താലോലിച്ചോളൂ. ഒരു സംശയവും വേണ്ട. ആ കുഞ്ഞിന്റെ പിതൃത്വം നിങ്ങൾ ആരും ഏറ്റെടുക്കേണ്ടതില്ല. അത് UDF-ന്റേതും UPA-യുടേതും NK പ്രേമേന്ദ്രന്റെയും ഉൾപ്പെടുന്ന UDF-ന്റേത് തന്നെയാണ്. അതാണ്. നമുക്കൊന്നുകൂടെ ഈ ചർച്ച അവസാനിപ്പിക്കാമല്ലോ ശ്രീ ഭരതരാജൻ, അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക. അതാണ് ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞ, അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് തന്നെയാണ് ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ ചേർന്ന് നിൽക്കേണ്ടത്. ഈ നിലക്കല്ല ഇത്തരം ചർച്ചകൾ പോകേണ്ടത്. പക്ഷേ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഒരു 13.5 കിലോമീറ്റർ മാത്രമുള്ള ഒരു ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെയും നാട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ നല്ലതാണ്, പ്രധാനമന്ത്രി തന്നെ വരികയും അത് ഉദ്ഘാടനം ചെയ്തു പോവുകയും ചെയ്യുന്നത്. നമുക്ക് 40-ലേറെ വർഷങ്ങൾ പൂർത്തിയായി ഒരു ബൈപ്പാസ് പൂർത്തിയാകാൻ എന്ന കാര്യങ്ങളടക്കം നാട്ടുകാരുടെ മുന്നിലേക്ക് വരികയുമാണ്. അത്ര പ്രാധാന്യം ഈ ഉദ്ഘാടന ചടങ്ങിന് കിട്ടുന്നതുകൊണ്ട് തർക്കമില്ല എന്ന് LDF-ഉം പറയുന്നു. എന്നാൽ ചില എതിർപ്പുകൾ MP-യോടുണ്ട്. MP എതിർത്ത് തങ്ങളുടെ ഭാഗമല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്തിയെടുക്കാൻ ശ്രമിക്കേണ്ട എന്ന് കോൺഗ്രസും പറയുന്നുണ്ട്. വളരെ നന്ദി ശ്രീ ഭരതരാജൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞങ്ങളുടെ ചോദ്യം, പ്രേക്ഷകരോടുള്ള അഭിപ്രായത്തിനായുള്ള ചോദ്യം ഇതായിരുന്നു. കൊല്ലത്ത് BJP സ്കോർ ചെയ്തോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 75% പേരും ഇല്ല, BJPക്ക് സ്കോർ ചെയ്യാനായിട്ടില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25% പേർക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.